ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചണിൽ കഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്? കിച്ചണിലെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാവും, കൗണ്ടർ ടോപ്പൊക്കെ നിരന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആരും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാം. എന്തായാലും ഇത് കഷ്ടപ്പാടാണ്. എന്നാൽ പിന്നെ ഇങ്ങനൊന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മുറം എടുക്കുക. ഒന്നിലെ മുറവോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രമോ, അതിലേക്ക് കത്തി, കത്രിക, പീലർ, കയ്യുറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. അതിനുശേഷം ഇന്ന് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം എടുത്തു വയ്ക്കണം. ഞാൻ ഇന്ന് എൻ്റെ കിച്ചൺ പണിയെന്ന് വെച്ചാൽ അപ്പം, കിഴങ്ങറി, ബീട്രൂട്ട് തോരൻ, ചക്കക്കുരു മാങ്ങാക്കറി, ഫിഷ് ഫ്രൈ ഇത്രയാട്ടോ. അപ്പോൾ അതെല്ലാം ഒരു മുറത്തിലേക്ക് എടുത്തു വെച്ചു. പിന്നെ ഇതുപോലെ 2 പാത്രവും എടുത്തു. അതിൽ ഒന്നിൽ അരി ഇട്ടിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് കുതിരും. അപ്പം നന്നായിട്ട് വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാത്രം കഴുകാൻ വരാതിരിക്കുക, അതുപോലെ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ടിരിക്കുക. നമ്മളൊന്ന് അപ്പുറം വരെ പോയിട്ട് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് ആ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന മടുത്തു പോകും പെട്ടെന്ന്, അല്ലേ? അതങ്ങനെ മടുത്തു പോകാതെ ഫ്രഷ് ആൻഡ് നീറ്റായിട്ടിരിക്കുക. അതെങ്ങനെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം വേണമെങ്കിൽ ഒന്നിച്ച് അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇനി അതല്ല എങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഫസ്റ്റ് കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ ഒരു ഉണങ്ങിയ ടവലും കൂടി അവിടെ വെക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ കൈ നനയും. ആ നനയുന്ന സമയത്ത് പെട്ടെന്ന് തുടയ്ക്കുക. കാരണം അങ്ങനെ നമ്മൾ തുടച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ പോയി പിടിക്കുന്ന സമയത്ത് അതിൽ നനവില്ലാതിരിക്കും. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ അതിലും ഇതിലൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാവും. അതുകൊണ്ട് എപ്പോഴും ഒരു ടവൽ, ഉണങ്ങിയ ടവൽ എടുത്ത് വയ്ക്കുക. പിന്നെ ഇതുപോലെ ഒരു മാറ്റ്. ഈ മാറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രം ഞാൻ നനച്ചിട്ട് വന്നപ്പോൾ അതിൻ്റെ അടി നനഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ നേരെ കൊണ്ട് വെക്കുന്ന സമയത്ത് അവിടെ എത്രയും ഭാഗത്ത് വെള്ളമാവും. എന്തെങ്കിലും ഒരു ഉള്ളിത്തൊലിയോ സാധനങ്ങളോ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ അതില്ലാതെ ഇതിന് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അപ്പം തന്നെ അബ്സോർബ് ചെയ്യും. ഇനി ഈ കുക്കർ പല പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ. കാരണം നമുക്ക് വേറെ പാത്രങ്ങൾ എടുക്കാതെ ആ ഒരു കുക്കറിൽ പല പരിപാടികളും നടത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്പം ചുട്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ അരി കഴുകുവാണ്. ഈ അരി കഴുകി മാറ്റിയിട്ട് വേണം എനിക്ക് ഈ പാത്രം ഫ്രീ ആയി കിട്ടിയിട്ട് അടുത്ത ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മൈൻഡിലുണ്ടാവണം, അപ്പോൾ ഇനി അടുത്ത പാത്രം നമ്മൾ ഫ്രീ ആക്കി എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അപ്പം ചുട്ടു. ഇനി അടുത്ത പരിപാടി കറണ്ട് പോയി. അങ്ങനെ അരി ഇട്ടിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ കിഴങ്ങേറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി താളിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുക്കർ ഫ്രീ ആവുന്നതനുസരിച്ച് നമുക്ക് അടുത്ത ഐറ്റം വെക്കാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് വീണ്ടും കുക്കർ കഴുകണ്ട. സോപ്പിട്ട് കമ്പി വെച്ചിട്ടൊന്നും കഴുകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് കൈ വെച്ചിട്ട് അതങ്ങോട്ട് കഴുകി വിടണം. ഇപ്പം കൊണ്ടുവന്ന കേട്ടോ ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു റെഡിയാക്കുവാണ്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ആദ്യം അരി ഇട്ടിരുന്ന പാത്രം ഫ്രീ ആക്കി. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അടുത്ത സാധനം നമ്മൾ ചെയ്യാൻ പോവാണ്, ഇന്ന പാത്രം ഫ്രീ ആക്കണം എന്നുള്ളത്. അങ്ങനെ കുക്കറും ഫ്രീ ആക്കി. കുക്കറിനകത്ത് ചക്കക്കുരുവും മാങ്ങയും വെച്ചു. ഇങ്ങനെ നമ്മൾ കുക്കർ റിപ്പീറ്റ് യൂസ് ചെയ്യും തോറും നമുക്ക് ഗ്യാസ് ലാഭമാണ്, സമയവും ലാഭമാണ്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും പാത്രത്തിൽ തനിയെ അത് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം, ഇതുപോലെ കളറൊക്കെ ഉള്ള പാത്രങ്ങൾ വെക്കുമ്പോൾ അത് ചെറുതായിട്ട് ഫെയ്ഡായി തുടങ്ങും കുറേ സമയം വെക്കുമ്പോൾ. ഇതാകുമ്പോൾ താളിക്കാൻ നേരം മാത്രമാണ് നമ്മൾ ആ പാത്രത്തിലോട്ട് വെക്കുന്നത്. ഇനി അതിനിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുക്കറിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാത്രം നേരത്തെ കാണിച്ചല്ലോ എന്ന്. ഒരു സ്റ്റീൽ പാത്രം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കൊച്ച് വന്നപ്പോൾ അവൻ ആ നീലപാത്രം കൊണ്ടുപോയി. അങ്ങനെ പകരം എടുത്തതാട്ടോ. ഈ കുക്കറിലൊക്കെ തോരൻ വയ്ക്കുന്ന സമയത്ത് ഒറ്റ വിസിൽ മതി, അപ്പോഴേക്കും അത് വെന്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് താളിച്ചാൽ മതി. അങ്ങനെ കുക്കറിനെ വെറുതെ വിടാൻ സമയമായിട്ടില്ല. 2 മുട്ടയും കൂടി പുഴുങ്ങാനുണ്ട്. മുട്ട പുഴുങ്ങൽ, ഏത്തപ്പഴം പുഴുങ്ങൽ, കുഞ്ഞിൻ്റെ ഫുഡ് വയ്ക്കൽ. കുക്കറിനകത്ത് വേറൊരു പാത്രം വെച്ചാൽ കുഞ്ഞിൻ്റെ ഫുഡും വേവിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കുക്കറിനെ മാറ്റി നിർത്തി. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു, എത്രത്തോളം പാത്രം കഴുകാൻ വരുന്നുണ്ട് എന്ന് കാണിക്കണം. കിച്ചൺ നീറ്റായിരിക്കണം. അപ്പോൾ ഇന്ന് കഴുകാൻ വന്നേക്കണ പാത്രം കാണിച്ചു തരാവേ. അതുപോലെ ഇനി നമുക്ക് മാറ്റി വയ്ക്കാനുള്ളത് മാറ്റി വയ്ക്കണം. അപ്പത്തിൻ്റെ മാവൊക്കെ മാറ്റി വെച്ചു. ഇനി ഈ മുറത്തിൽ മിച്ചം വരുന്ന വെജിറ്റബിൾസൊക്കെ എടുത്ത് പാകത്ത് വയ്ക്കുക. കണ്ടോ, ഇത്രയും പാത്രങ്ങളാണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളത്. ആകെ ഇത്രയും പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യാനല്ലേ എളുപ്പം. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ വലിയൊരു ക്ലീനിങ് കുക്കിംഗ് കഴിഞ്ഞ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചു വിട്ടാൽ മാത്രം മതി. പാത്രം കഴുകുക എന്നുള്ളത് വളരെ കുറച്ചേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മൈൻഡിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതിൽ നമ്മൾ ചോറാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ തോരൻ,
ഇതിൽ ചാറുകറി, ഇതിൽ അപ്പം. ഒരുവിധം ഈ പാത്രത്തിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാസറോൾ മാത്രമാണ് പുതിയത്. ഇതിൽ രണ്ടിലും മാവും ഫിഷ് ഫ്രൈയും ആട്ടോ. അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞു. അപ്പം നീറ്റായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ പണി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇതുപോലെ ഹോളുള്ളതുകൊണ്ട് ഇങ്ങനെ ആവിച്ചിരിക്കില്ല ചോറ്. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഒരുപാട് നേരം വെക്കാനല്ല പറഞ്ഞ്, നമ്മൾ കലത്തിൽ വയ്ക്കുന്ന പോലെ. ഈ കളർ പാത്രങ്ങളെല്ലാം ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഈ കിച്ചൺ കാണിക്കുമ്പോൾ കിച്ചണുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കണ വേറൊരാളില്ല. ദേ ആ ഡോറിൻ്റെ അടുത്തൊരു ചെടി നിൽക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഒരാളിപ്പോൾ പോവേ, കണ്ടോ? 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പോണത്. നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വന്ന് കിളി മുട്ടയിട്ട് കൂടുകൂട്ടി. പേടിയായിരുന്നു, ഇനി കുഞ്ഞ് വിരിയില്ലേ, ഇത്രയും ബഹളമൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയാന്ന്. കുക്കറിൻ്റെ സൗണ്ട്, മിക്സി, പാത്രം കഴുകണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ട്. എന്നാൽ പോലും അത് നല്ല ധൈര്യത്തോടുകൂടി അവിടെ ഇരുന്ന് കുഞ്ഞ് വിരിഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായി നമുക്ക്. കാരണം ഇത്രയും അടുത്ത് അതിന് നമുക്ക് ഇങ്ങനെ അവിടെ ഇറങ്ങിക്കുമ്പോൾ കാണാം അത് തീറ്റ കൊണ്ട് കൊടുക്കണത്, പറക്കണത്, നടക്കണത് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. നമ്മളത്ര വിശ്വാസമായതുകൊണ്ട് അത് അവിടെ കൊണ്ടുവന്ന് മുട്ടയിട്ടു കുഞ്ഞ് വിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഡിയേഴ്സ്. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ.